സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടികൾ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ റേഷൻ കടകളിൽ മസ്റ്ററിങ്ങിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം റേഷൻ കടകളിൽ നേരിട്ടെത്തി ഇ-പോസ് യന്ത്രത്തിൽ വിരൽ പതിച്ച് മസ്റ്ററിംഗ് നടത്തണം. സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിൽ നിന്നും ഈ സൗകര്യം ഉൾപ്പെടുത്താം. ഇന്ത്യയിൽ എവിടെ വെച്ചും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് നടത്താൻ എത്തുമ്പോൾ റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ കൈവശം ഉണ്ടായിരിക്കണം. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ KYC മസ്റ്ററിംഗ് നടപടികൾ ഒക്ടോബർ 8 ചൊവ്വാഴ്ചയോടെ അവസാനിക്കും. റേഷൻ കടകളിൽ എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ, ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ താമസ സ്ഥലത്ത് എത്തി മസ്റ്ററിംഗ് നടത്തും. മസ്റ്ററിംഗ് നടപടികൾ ഒക്ടോബർ 15 പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ KYC അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് സർക്കാർ ഉറപ്പാക്കുന്നത്. റേഷൻ കാർഡിൽ പേര് വിവരങ്ങളുള്ള എല്ലാവരും മസ്റ്ററിംഗ് നടത്തണം. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇ-പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയവർ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. ഫെബ്രുവരിയിലും മാർച്ചിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരും ഇനി ചെയ്യേണ്ടതില്ല. അന്ത്യോദയ അഥവാ മഞ്ഞ കാർഡ്, മുൻഗണനാ കാർഡ് അഥവാ പിങ്ക് കാർഡ് വിഭാഗത്തിലുള്ളവരും മസ്റ്ററിംഗ് നടത്തണം. നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും നാട്ടിൽ ഇല്ലാത്തവർ, അതായത് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ളവർ NRK വിഭാഗത്തിലേക്ക് തങ്ങളെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരവരുടെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അപേക്ഷ നൽകണം. ഈ അപേക്ഷ ഓൺലൈനായി നൽകാവുന്നതാണ്. നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും അറിയുന്നതിനായി താഴെ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിൽ നിന്നും നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുത്ത് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസ് കണ്ടെത്താവുന്നതാണ്. മസ്റ്ററിംഗ് നടത്തിയോ എന്ന് ഓൺലൈൻ മുഖേന പരിശോധിക്കാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനായി താഴെ കാണുന്ന വെബ്സൈറ്റിൽ കയറി റേഷൻ കാർഡ് നമ്പർ നൽകിയാണ് പരിശോധന നടത്തേണ്ടത്. റേഷൻ കാർഡ് നമ്പർ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്താൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ലഭിക്കും. ഓരോ അംഗത്തിൻ്റെയും പേരിന് നേരെ വലതുഭാഗത്ത് അവസാനമായി KYC സ്റ്റാറ്റസ് കാണാം. അതിൽ ഡൺ എന്നാണ് കാണുന്നതെങ്കിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി എന്നാണ് അർത്ഥം. നോട്ട് ഡൺ എന്നാണെങ്കിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാകാൻ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ 1 ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാക്കി. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേടാണ് ഇതിന് കാരണം. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകൾ വ്യത്യസ്തമാണെങ്കിൽ മസ്റ്ററിംഗ് കൃത്യമായി നടക്കില്ല. വ്യത്യാസം 30% വരെയാകാം. അതിൽ കൂടിയാൽ മസ്റ്ററിംഗ് അസാധുവാകും. ഇക്കാര്യം പല ഉപഭോക്താക്കൾക്കും അറിയില്ല എന്നതാണ് വാസ്തവം. റേഷൻ കടകളിലെ ഇ-പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങിയത്. എന്നാൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാകുകയായിരുന്നു. സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് കാർഡുകളിലായി 1.56 കോടി പേരുടെ മസ്റ്ററിംഗാണ് ഇതുവരെ നടന്നത്. അതിൽ 20 ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗ് സാധുത പരിശോധിക്കാനുണ്ട്. അതുകൂടി പരിശോധിക്കുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ അതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവരുമുണ്ട്. ഐറിസ് സ്കാനറിൻ്റെ സഹായത്തോടെ ഇവരുടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്ററിംഗ് നടത്താൻ സാധ്യതയുണ്ട്. റേഷൻ കടകളിൽ അതിന് സൗകര്യമില്ലാത്തത് വെല്ലുവിളിയാണ്.